الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه منيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വേനൽ അവധിയിലാണ് നമ്മളുള്ളത്. മക്കളെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. അവധിക്കാലം ഒരിക്കലും ഒരു പ്രശ്നമുള്ള കാലമല്ല. യഥാർത്ഥത്തിൽ ഒഴിവ് സമയമെന്നത് അനുഗ്രഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പഠിപ്പിച്ചത്. നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറുൻ മിനന്നാസ് അസ്സിഹ്ഹതു വൽ ഫറാഗ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ട് അനുഗ്രഹങ്ങൾ, അതിലധികം ആളുകളും വഞ്ചിതരാണ്: ആരോഗ്യവും ഒഴിവു സമയവും. ഒഴിവ് സമയം എന്ന് പറഞ്ഞാൽ തന്നെ ഗൗരവമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്ന ഒരു സമയം എന്ന് നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ആ സമയത്തെ പോലും ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുക എന്നത് സൗഭാഗ്യവും തൗഫീഖും കൂടിയാണ്. സമയത്തെക്കുറിച്ച് അല്ലാഹു തആല നാളെ പരലോകത്ത് വിചാരണ നടത്തും. 5 കാര്യങ്ങളെക്കുറിച്ച്, 5 കാര്യങ്ങൾക്ക് മുമ്പ് 5 കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. തനിം ഖംസൻ ഖബ്ല ഖംസ് ശബാബക ഖബ്ല ഹറമിക. പ്രായമാകുന്നതിനുള്ള മുമ്പുള്ള യുവത്വം, രോഗത്തിന് മുമ്പുള്ള ആരോഗ്യം, ദാരിദ്ര്യത്തിന് മുമ്പുള്ള സമ്പന്നത, തിരക്കാകുന്നതിന് മുമ്പുള്ള ഒഴിവ് സമയം, മരണത്തിന് മുമ്പുള്ള ജീവിതം. തിരക്ക് വന്നു ചേരുന്നതിന് മുമ്പുള്ള ഒഴിവ് സമയത്ത് നീ ഉപയോഗപ്പെടുത്തണം. അതാണ് പഠിപ്പിച്ചത്. മക്കളെക്കുറിച്ച് അത് ഹിബത്താണ്, ദാനമാണ്. അല്ലാഹു തആല നമുക്ക് അനുഗ്രഹിച്ചു തന്ന ദാനമാണ് മക്കൾ.
ഈ മക്കളെ നമ്മൾ ഏറ്റുവാങ്ങുമ്പോൾ എത്രത്തോളം പരിശുദ്ധമായ ആത്മാവിനെയാണോ മകൻ്റെ മകളുടെ ശരീരത്തിൽ ഏറ്റുവാങ്ങുന്നത്, അതേപോലെ തിരിച്ചു കൊടുക്കുവാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ രക്ഷാകർതൃത്വം, പാരന്റിങ് എന്നൊക്കെ പറഞ്ഞാൽ. അതിലേക്കാണ് ഇസ്ലാം മക്കളെ വളർത്തുന്നതിനെ കുറിച്ച് പറയുമ്പോൾ വിരൽ ചൂണ്ടുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, ഹേ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും, നിങ്ങളെ രക്ഷപ്പെടുത്തണം, വഅഹ്ലീകും, നിങ്ങളുടെ കുടുംബങ്ങളെയും രക്ഷപ്പെടുത്തണം, നാറ, നരകത്തിൽ നിന്ന്, വഖൂദുഹൻ നാസു വൽ ഹിജാറ, അതിൽ കത്തിക്കപ്പെടുക മനുഷ്യരെയും കല്ലുകളെയുമാണ്, അലൈഹ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, അതിന് പരുഷ സ്വഭാവമുള്ളവരും പരുക്കന്മാരും അതിശക്തരുമായ മലക്കുകൾ ആ നരകത്തിന് കാവലുണ്ട്. ലാ യഅസൂനല്ലാഹ മാ അമറഹും, അവരോട് കൽപ്പിച്ചതിൽ നിന്നവർ പിന്തിരിഞ്ഞ് അനുസരണക്കേട് കാണിക്കുകയില്ല. വയഫ്അലൂന മാ യുഅ്മറൂൻ, കൽപ്പിച്ചത് അതേപോലെ പ്രവർത്തിക്കുന്ന പരുക്കന്മാരായ അതിശക്തരായ മലക്കുകളുടെ മേൽനോട്ടത്തിലുള്ള നരകത്തീയിൽ നിന്ന് മക്കളെ രക്ഷിക്കണമെന്നും കുടുംബത്തെ രക്ഷിക്കണമെന്നും അല്ലാഹു ഖുർആനിലൂടെ നമ്മളോട് പറയുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ എന്നതിൻ്റെ അർത്ഥം പറഞ്ഞത് അഅ്മലൂ ബിതാഅത്തില്ലാഹ്, നിങ്ങൾ അവർക്ക് അല്ലാഹുവിനെ എങ്ങനെ അനുസരിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. വത്തഖൂ മആസില്ലാഹ്, അല്ലാഹുവിനെ ധിക്കരിക്കുന്നതിൽ നിന്നും സൂക്ഷിച്ച് കാത്തുരക്ഷിച്ച് മാറി നിൽക്കാൻ അവരെ പഠിപ്പിക്കണം. വഅമറു അഹ്ലീകും ബിദ്ദിക്ർ യുനജ്ജീകുമുല്ലാഹു മിനന്നാർ, നരകത്തിൽ നിന്നും അവരെ രക്ഷിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഉത്ബോധനങ്ങൾ അവർക്ക് നൽകണം. അതാണ് അദ്ദിബൂഹും വഅല്ലിമൂഹും, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം, മര്യാദ പഠിപ്പിച്ചു കൊടുക്കണം, അവർക്ക് അറിവ് പഠിപ്പിച്ചു കൊടുക്കണമെന്ന്. അവധിക്കാലത്ത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഖുത്ബയിൽ സൂചിപ്പിക്കാനുള്ളത്. ഒന്നാമത്തേത്, വളരെ പ്രധാനപ്പെട്ടത്, നാം മുന്നിൽ നടക്കേണ്ടവരാണ്. രക്ഷിതാക്കൾ എന്ന് പറഞ്ഞാൽ മുന്നിൽ നടക്കേണ്ടവരാണ്, ഉപദേശകർ മാത്രമായി മാറരുത്, മറിച്ച് ഉപദേശിക്കുന്നത് പ്രവർത്തിക്കണം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ ഉപദേശിച്ചിട്ടില്ല, മറിച്ച് കൂടുതൽ ചെയ്തു കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നമസ്കരിക്കുന്നത് കണ്ടതുപോലെ നിങ്ങൾ പഠിച്ച് നമസ്കരിക്കണം, ഹജ്ജും ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേപോലെ തന്നെ ജീവിതം കൊണ്ട് ഉപദേശകരായി മാറാൻ രക്ഷിതാക്കൾക്ക് സാധിക്കണം. മക്കളോട് ഖുർആൻ ഓതാൻ പറയുന്നു, എന്നാൽ രക്ഷിതാവ് ഖുർആന്റെ അടുത്തേക്ക് വരുന്നില്ലെങ്കിൽ ആ പറയുന്നതിന് എന്തർത്ഥമാണുള്ളത്? മക്കളോട് നമസ്കരിക്കാൻ കൽപ്പിക്കുന്നു, സമയത്ത് ഉമ്മ നമസ്കരിക്കുന്നില്ലെങ്കിൽ എന്താണ് ആ കൽപ്പനക്കുള്ള അർത്ഥം? അത് കുട്ടികൾക്ക് മനസ്സിലാവുകയില്ല. അതുകൊണ്ട് തന്നെ ഉപദേശിക്കുന്നവർ നാവടക്കി വെക്കണം എന്നു രക്ഷിതാവിന് പറയണമെങ്കിൽ ആദ്യം രക്ഷിതാവ് നാവടക്കി വെക്കണം. ദേഷ്യപ്പെടരുതെന്ന് രക്ഷിതാവിന് പറയാൻ യോഗ്യതയുണ്ടാകണമെങ്കിൽ ഭാര്യയോട് ദേഷ്യപ്പെടാതിരിക്കണം, ഉമ്മയോട് കയർക്കാതിരിക്കണം, നല്ല സ്വഭാവത്തിലാവുക എന്നതാണ് പാരന്റിങ്ങിന്റെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ രക്ഷാകർതൃത്വത്തിന്റെ, മക്കളെ വളർത്തുന്നതിന്റെ ഏറ്റവും വലിയ സംഗതി. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മക്കളെ സംസാരത്തിലും പ്രവൃത്തിയിലും അല്ലിമു ഔലാദകും മസ്ജിദക ബിൽ ഖൗലി വൽ ഫിഅൽ ഫഇദാ ഹദ്ദതുമൂഹും ഫലാ തക്ദിബു അലൈഹിം ഇദാ ഹദ്ദതുമൂഹും ഫലാ തഖ്ലഫു വഅദകും. നിങ്ങൾ നിങ്ങളുടെ മക്കളെ സംസാരത്തിലും പ്രവൃത്തിയിലും സത്യസന്ധത പഠിപ്പിക്കണം. അവരോട് സംസാരിക്കുകയാണെങ്കിൽ കളവ് പറയാതിരിക്കുക, കളവ് പറയാൻ കൽപ്പിക്കാതിരിക്കുക. കളവ് പറയുന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണെന്ന് മനസ്സിൽ വിചാരിക്കുകയും അങ്ങനെ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്യുക. അവർക്ക് വാഗ്ദാനം നൽകുകയാണെങ്കിൽ അത് ലംഘിക്കാതിരിക്കുകയും ചെയ്യുക. അതാണ് വേണ്ടത്. ഉത്ബത്ത് ബിൻ അബീ സുഫിയാൻ റഹ്മഹുല്ലാഹ്
സന്താനത്തെ മര്യാദ പഠിപ്പിക്കുന്നവരോട് പറഞ്ഞു, സന്താനത്തിൻ്റെ പ്രഥമ സംസ്കരണം നീ സ്വന്തത്തെ നന്നാക്കുന്നതിലാണ്, നമ്മൾ രക്ഷിതാക്കൾ നന്നാകുന്നതിലാണ്. മക്കളെ വളർത്തുന്നതിലും മക്കളെ നന്നാക്കുന്നതിലെയും ഒന്നാമത്തെ സ്റ്റെപ്പ് അതാണ്. നിശ്ചയം അവരുടെ നയനങ്ങൾ, അവരുടെ കണ്ണുകൾ നിങ്ങൾക്കുമേൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ അടുക്കൽ നന്മ എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്നതും അവരെ അടുക്കൽ തിന്മ എന്ന് പറയുന്നത് നിങ്ങൾ ഉപേക്ഷിക്കുന്നതുമാണ്. നിങ്ങൾ എന്തുപേക്ഷിക്കുന്നോ അതിനെ തിന്മയായി അവർ കാണുകയും നിങ്ങളെന്തൊക്കെ ചെയ്യുന്നോ അതൊക്കെ നന്മയായി അവർ വിലയിരുത്തുകയും ചെയ്യും. ഇപ്പോൾ രക്ഷിതാവ് തിന്മ ചെയ്താൽ കുട്ടിക്ക് മനസ്സിലാവുക അത് നന്മയാണെന്നാണ്. രക്ഷിതാവ് നന്മ ഉപേക്ഷിച്ചാൽ കുട്ടിക്ക് മനസ്സിലാവുക അത് തിന്മയെന്നാണ്. അതാണ് ഇബ്നു ഉത്ബത്ത് ബിൻ അബീ സുഫിയാൻ റഹ്മത്തുള്ളാഹി പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക നോക്കൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഒഴിഞ്ഞ സ്ഥലത്തിലൂടെ തൻ്റെ ഒട്ടകപ്പുറത്ത് 13 വയസ്സ് താഴെയുള്ള 9 വയസ്സോളമുള്ള കുട്ടി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കൂടെ ഇരുത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യാ ഗുലാം, ഏ കുട്ടി, ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ, ചില വാചകങ്ങൾ നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. ഇഹ്ഫദില്ലാഹ്, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇഹ്ഫദുക, അപ്പോൾ അല്ലാഹു നിന്നെ സംരക്ഷിക്കും. ഇഹ്ഫദില്ലാഹ്, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. തജിദുഹു തുജാഹക, അപ്പോൾ നിന്റെ മുമ്പിൽ അല്ലാഹുവിനെ കാണാം, അല്ലാഹുവിന്റെ സഹായം നിന്നിൽ വന്നെത്തും. ഇദാ സഅൽത, നീ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഫസ്അലില്ലാഹ്, അതാരോട് ചോദിക്കണം? അല്ലാഹുവിനോട് ചോദിക്കണം. ഫൈദസ്തഅൻത, നീ സഹായം തേടുകയാണെങ്കിൽ ഫസ്തഇൻ ബില്ലാഹ്, നീ അല്ലാഹുവിനോട് സഹായം തേടണം. വഅലം, നീ അറിയണം, അന്നൽ ഉമ്മത ലബിജ്തമഅത അലാ അൻ യൻഫഉക ബിശൈഇൻ, ഒരു കാര്യം നിനക്കൊരു ഉപകാരം ചെയ്യാൻ ഈ ഉമ്മത്തിലെ ഈ സമുദായത്തിലെ മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടിയാലും ലൻ യൻഫഉക, നിനക്ക് ഉപകാരം ചെയ്യാൻ അവർക്ക് സാധിക്കുകയില്ല. ഇല്ലാ ബിശൈഇൻ ഖദ് കതബല്ലാഹു ലക, നിനക്ക് വേണ്ടി അല്ലാഹു എഴുതി വെച്ചതല്ലാതെ. നമുക്കൊരാൾ ഉപകാരം ചെയ്യാൻ വിചാരിച്ചാലും അല്ലാഹു ഉദ്ദേശിച്ച രൂപത്തിലെ അയാൾക്ക് ഉപകാരം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഏതെങ്കിലും ഒരു ഉപദ്രവം ആരെങ്കിലും എല്ലാവരും ഒരുമിച്ച് കൂടി ചെയ്യാൻ വിചാരിച്ചാലും ലം യദുറുക ഇല്ലാ ബിശൈഇൻ ഖദ് കതബല്ലാഹു അലൈക, നിന്റെ മേൽ എഴുതി വെക്കപ്പെട്ടതല്ലാതെ അവർക്കൊരു ഉപദ്രവവും ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. റുഫഅത്തിൽ അഖ്ലാം, പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു. വജഫത്തിൽ സഹ്ഫ, ആ ഏട് ഉണങ്ങിയിരിക്കുന്നു. പറയുന്നത് വിശ്വാസം പഠിപ്പിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പം കൊണ്ടു നടന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വിശ്വാസം പഠിപ്പിച്ചു. വിശ്വാസം എന്നതാണ് യഥാർത്ഥത്തിൽ പ്രണയത്തിൽ നിന്നും ലഹരിയിൽ നിന്നും കൊലപാതകത്തിൽ നിന്നും പണം അധികം സമ്പാദിക്കണമെന്ന ദുരയിൽ നിന്നും ഒരു മനുഷ്യനെ പുറകോട്ടടിപ്പിക്കുന്നത് ഒരിക്കലും ഭൗതികമായ നേട്ടങ്ങൾ പറഞ്ഞിട്ടല്ല, പാരത്രികമായ കോട്ടങ്ങൾ അതിനൊക്കെ എന്തൊക്കെയുണ്ട്. പാരത്രികമായ പരാജയത്തെ ഓർമ്മപ്പെടുത്തുകയും പാരത്രികമായ വിജയം തിന്മകളിൽ നിന്ന് വിട്ടുനിന്നാൽ ഉണ്ടാകുമെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് ഒരാൾക്ക് തിന്മയിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കുക. മക്കളുടെ കൂടെ സമയം ചെലവഴിക്കണം. അവധിക്കാലത്ത് നമ്മുടെ മക്കളുടെ കൂടെ ഇരിക്കാൻ സമയം കണ്ടെത്തണം. അവരെ കേൾക്കണം, അവരോട് സംസാരിക്കണം. അതാണ് വേണ്ടത്. പലപ്പോഴും തമ്മിൽ കാണാനും സംസാരിക്കാനും സാധിക്കാത്ത രക്ഷിതാക്കളും മക്കളുമുണ്ട്. മകൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് പോവുകയും മകൻ ഉറങ്ങിയിട്ട് വരികയും ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മുടെ തിരക്കുകൾ കുറച്ച് സമയം രക്ഷിതാക്കൾ അവരുടെ കൂടെ ഇരിക്കാനും അവരുടെ താല്പര്യങ്ങളെ മനസ്സിലാക്കാനും അവർ ചെന്ന് ചേരാൻ സാധ്യതയുള്ള തിന്മകളിൽ നിന്ന് അവരെ കരകയറ്റാനും സാധിക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എൻ്റെ ഈ 2 ചെവി കൊണ്ട് കേൾക്കുകയുണ്ടായി, എൻ്റെ ഈ 2 കണ്ണുകൊണ്ട് കാണുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ 2 കരങ്ങൾ കൊണ്ട് ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈപ്പടങ്ങൾ പിടിച്ചു. എന്നിട്ട് അവരുടെ കാൽപാദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽപാദത്തിന്മേൽ കയറ്റി വെച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കയറൂ,
അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചിൽ തന്റെ കാൽ എടുത്തു വെക്കും വരെ കുട്ടി കയറി. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ വായ തുറക്കൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വായ തുറന്നപ്പോൾ അവനെ ചുംബിക്കുകയും എന്നിട്ട് അല്ലാഹുവോട് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, നീ ഇവനെ ഇഷ്ടപ്പെടണമേ, ഞാൻ തീർച്ചയായും ഇവനെ ഇഷ്ടപ്പെടുന്നു. കുട്ടികൾക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കുട്ടി ചെറിയ കുട്ടിയാണെങ്കിൽ മടിയിലിരുത്തി പ്രാർത്ഥിക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മറ്റൊരു ചരിത്രം നോക്കൂ. ഇമാം അഹമ്മദ് റഹ്മഹുല്ലാഹ് അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സുലൈമിനെ സന്ദർശിക്കാറുണ്ടായിരുന്നു റളിയല്ലാഹു അൻഹ. അവർക്ക് അബൂ തൽഹയിൽ അബൂ ഉമൈർ എന്നൊരു കുട്ടിയുണ്ടായിരുന്നു. അവനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമാശകൾ പറഞ്ഞ് ചിരിപ്പിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ അടുത്ത് ചെന്നപ്പോൾ വളരെ ദുഃഖിതനായി അവനെ കണ്ടു. അവിടുന്ന് അദ്ദേഹം കാരണം തിരക്കി. അവർ പറഞ്ഞു, അവന്റെ പക്ഷിക്കുഞ്ഞു ചത്തുപോയി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനോട് തമാശയിൽ ചോദിച്ചു, അബൂ ഉമൈർ, നിന്റെ പക്ഷിക്കുഞ്ഞ് എന്ത് സംഭവിച്ചു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുക്കുന്ന സന്ദർഭത്തിൽ അപ്പുറത്ത് നിൽക്കുന്ന കുട്ടിയെ വെറുതെ തേടി നനക്കാറുണ്ടായിരുന്നു, അഥവാ തമാശക്ക് ചെയ്യാറുണ്ടായിരുന്നു. ഈ ഹദീസിനെ പരാമർശിച്ചുകൊണ്ട് ഇബ്നു ഹജർ ഫത്ഹുൽ ബാരിയിൽ എഴുതി, തമാശ പറയുന്നത് അനുവദനീയമാണെന്നും കുട്ടികളോട് ഗൗരവത്തിൽ നിൽക്കുകയല്ല, ചില തമാശകളൊക്കെ കുട്ടികളോട് പറയണമെന്നും ഈ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകും. ഇന്റർനെറ്റിന് നിയന്ത്രണം വേണം, അതിൻ്റെ നിയന്ത്രണം കൃത്യമായി ചെയ്യണം. ഗെയിമുകളും സോഷ്യൽ മീഡിയകളും നമ്മുടെ മക്കൾ ഒഴിവ് സമയത്ത് കൊല്ലുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. എല്ലാറ്റിനും ഒരു പരിധിയുണ്ട്. ആ പരിധി കടന്നാൽ പല കാര്യങ്ങളും മുടങ്ങിപ്പോകും. തലച്ചോ എന്ന് പല മാറ്റങ്ങളും ഉണ്ടാകും. ഇപ്പോൾ സോഷ്യൽ മീഡിയകൾ റീൽസ് ആണെങ്കിലും ഗെയിംസ് ആണെങ്കിലും എല്ലാറ്റിനും ഒരു പരിധി വെച്ച് മുന്നോട്ട് പോകുന്നൊരവസ്ഥ. അതൊരിക്കലും ദേഷ്യത്തിലല്ല, ഫൈറ്റിങ്ങിലല്ല, അവരോട് തർക്കിച്ചിട്ടല്ല, മറിച്ച് അവരെ ഇരുത്തി വീട്ടിലെ എല്ലാവരും കൂടിയിരുന്ന് എങ്ങനെ ഈ ഒരു വേനലവധി കൊണ്ടുപോകണം, മൊബൈലിൻ്റെ കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്, മറ്റു പുസ്തകങ്ങൾ വായിക്കുന്ന കാര്യത്തിൽ എന്താണ് വേണ്ടത്, അതേപോലെ വീട്ടിൽ സഹായിക്കേണ്ട ഏരിയ എന്തൊക്കെയാണ്, ആരൊക്കെ എന്തൊക്കെ ചെയ്യണമെന്നൊരു ധാരണ കുട്ടികൾക്ക് കൊടുത്താൽ ഒരു പ്രശ്നവുമില്ല. മറിച്ച് അപ്പോഴും ഇപ്പോഴും ഇങ്ങനെ ചൊറിഞ്ഞ് അങ്ങോട്ട് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞ് എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടതെന്ന് അറിയാതെ കുട്ടികൾ രക്ഷിതാക്കളെ വെറുപ്പിക്കുന്നു, രക്ഷിതാക്കൾ കുട്ടികളെ അങ്ങേയറ്റം മടുപ്പിക്കുന്നു. ആ ഒരവസ്ഥയിൽ നിന്ന് മാറി ഒന്നൊഴിഞ്ഞിരുന്ന് സംസാരിച്ച് എങ്ങനെ മുന്നോട്ട് പോകണം ഈ ഒഴിവ് ദിനങ്ങൾ എന്ന് ആലോചിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നി ലഅമഖ്തു റജുൽ ഇദാ അൻ അറാഹു ഫാരിഅൻ ലൈസ ഫീ ശൈഇൻ മിൻ അമലി ദുനിയ വലാ അമലുൽ ആഖിറ. കൃത്യമായി ശ്രദ്ധിക്കാം. തീർച്ചയായും ഒഴിവ് സമയമുണ്ടായിട്ടും ഇഹലോകത്തിനോ പരലോകത്തിനോ യാതൊന്നും പ്രവർത്തിക്കാത്തവനോട് ഞാൻ കഠിനമായ കോപമുള്ളവനാകുന്നു. അഥവാ ഒരാൾ ഒരു 5 മിനിറ്റ് ചിലവാക്കുന്നുണ്ടെങ്കിൽ അത് ദുനിയാവിന് ഉപകാരപ്പെടണം, അല്ലെങ്കിൽ ആഖിറത്തിന് ഉപകാരപ്പെടണം. ദുനിയാവിനോ ആഖിറത്തിനോ ഉപകാരപ്പെടാത്ത ഒരു കാര്യം ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കവരോട് കഠിനമായ കോപമാണെന്ന് പ്രമുഖ സഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു. ഈ പാഠം മക്കൾക്ക് പകർന്നു കൊടുക്കണം. ഈ പാഠം മനസ്സിലാക്കി രക്ഷിതാക്കൾ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം. പൂർണ്ണമായി ഒഴിവാക്കാൻ പറയാൻ നമുക്ക് കഴിയില്ല ഇന്റർനെറ്റിനെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയെ. അതുകൊണ്ട് ആ ഒരു കത്തിയെ ഉപകാരത്തിന് ഉപയോഗപ്പെടുത്തണോ അപകാരത്തിന് ഉപയോഗപ്പെടുത്തണോ എന്ന് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യണം. അൻ അബൂ സഈദ് ഖാല സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർ ബിയദിഹി ഫഇൻ ലം യസ്തതി' ഫബിലിസാനിഹി ഫഇൻ ലം യസ്തതി' ഫബിഖൽബിഹി ذلك أضعف الإيمان. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു,
നിങ്ങളിൽ ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ തൻ്റെ കൈ കൊണ്ട് അവനത് തടുത്തുകൊള്ളട്ടെ. അത് കഴിഞ്ഞില്ലെങ്കിൽ അവൻ്റെ നാവ് കൊണ്ട് തടയട്ടെ. അതിന് സാധിച്ചില്ലെങ്കിൽ തൻ്റെ ഹൃദയം കൊണ്ട് വെറുത്തുകൊള്ളട്ടെ. അതാകട്ടെ ഈമാനിൻ്റെ ഏറ്റവും താഴ്ന്ന പടിയാണ്. നമ്മുടെ മകളൊരു തെറ്റ് ചെയ്യുമ്പോൾ മനസ്സിൽ ലവലേശം ഒരു കുത്തു വരുന്നില്ലെങ്കിൽ, ഒരു വിഷമം വരുന്നില്ലെങ്കിൽ, ഒരു ദുഃഖം വരുന്നില്ലെങ്കിൽ, ഒരു പ്രയാസം വരുന്നില്ലെങ്കിൽ, ഈമാനിൻ്റെ താഴ്ന്ന പടിയിൽ നിന്നും താഴെയാണ് നമ്മൾ എന്ന് മനസ്സിലാക്കണം. നാലാമത്തെ കാര്യം ടൈം മാനേജ്മെൻ്റ് ആണ്. കൃത്യമായ പ്ലാൻ. രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ എന്ത് ചെയ്യണമെന്ന് കുട്ടികൾക്ക് നിശ്ചയിച്ചു കൊടുക്കണം. ആൺകുട്ടിയാണെങ്കിൽ സുബഹിന് പള്ളിയിൽ പോകണം, വന്നാൽ രാവിലെ ചെല്ലേണ്ട ദിക്റുകൾ ചെല്ലണം. ആൺകുട്ടിയാണെങ്കിൽ രാവിലെ എന്തെങ്കിലും വായിക്കണം, പത്രമാധ്യമങ്ങളോ എന്തെങ്കിലും വായിക്കണം. വെറും വ്ലോഗ് മാത്രം കാണുന്നതിൽ നിന്ന് മാറി വാർത്തകൾ കാണണം. വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഒരു 2 മാസം ഇംഗ്ലീഷിനോടും ഹിന്ദിയോടും അറബിയോടും മലയാള ഭാഷയോടുമൊക്കെ ഒന്നും ചെയ്യാതിരുന്നാൽ 2 മാസം കഴിഞ്ഞാൽ വീണ്ടും അതിലേക്ക് തിരിച്ചു പോകുമ്പോൾ പ്രയാസമുണ്ടാകുന്നത് കൊണ്ട് കുട്ടികൾ ഒരു1/2 പേജെങ്കിലും വായിപ്പിക്കുകയോ എഴുതിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു സിസ്റ്റം വേണം. എങ്കിലേ വിദ്യാഭ്യാസം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. ചെറിയ കുട്ടികളാണെങ്കിൽ, LP ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ ഗുണനപ്പട്ടിക പഠിപ്പിക്കാം. ഇങ്ങനെ പല കാര്യങ്ങളും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനുണ്ട്. എന്നാൽ മുഴുവൻ സമയം വായന, എഴുത്ത്, കളിക്കാൻ പോകേണ്ട എന്ന് പറയുന്ന ഒരു സാഹചര്യമില്ലാതിരിക്കാൻ 4 മണിക്ക് ശേഷം കളിക്കാൻ പറഞ്ഞേക്കണം, 2 മണിക്ക് ശേഷം ഉറങ്ങാൻ പറഞ്ഞേക്കണം, രാവിലെ 10 മണിക്ക് ശേഷം കുറച്ച് വായിക്കണം, വീട്ടിലെന്തെങ്കിലും സഹായിക്കണം. ഇങ്ങനെ ടൈം മാനേജ്മെന്റ് ക്ലിയർ ആക്കി അവർ വായിക്കേണ്ട പുസ്തകം ഏതാണ്, അവർ കാണേണ്ട വീഡിയോ ഏതാണ്, അവരെങ്ങനെ ക്രിയാത്മകമായി ഇത് ഉപയോഗപ്പെടുത്തണം എന്ന് രക്ഷിതാവ് 1.5 മണിക്കൂർ എഴുതി ആലോചിച്ചാൽ കിട്ടുന്നതേയുള്ളൂ. ആ രൂപത്തിൽ അത് ക്രമീകരിക്കാൻ സാധിക്കണം. ആരാധനകൾക്ക് പ്രോത്സാഹനം നൽകണം. പള്ളിയിലേക്ക് വരുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ജമാഅത്തുകളിലേക്ക് അവരെ കൂടെ കൂട്ടണം. ഒന്നുമില്ല, 5 കോളങ്ങളുള്ള 60 കോളങ്ങൾ താഴേക്കും 5 കോളങ്ങനെ ഇങ്ങനെയും ഇട്ടിട്ട് അവർ പള്ളിയിൽ പോകുന്നുണ്ടെങ്കിൽ അതിലൊരു 5 മാർക്ക് അടയാളപ്പെടുത്തിയാൽ അവർക്ക് എത്ര മാർക്ക് കിട്ടും? 60 ദിവസം കൊണ്ട്. അങ്ങനെ കുട്ടികളെ പള്ളിയിലേക്ക് ജമാഅത്തിന് പറഞ്ഞയക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. 7 വയസ്സായാൽ നിരന്തരം നമസ്കാരത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തണം. 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെ 3x365 × 5 5475 പ്രാവശ്യം നമസ്കരിച്ചോ എന്ന് ചോദിക്കാനുള്ള അവസരം കിട്ടിയിട്ട് ഒരു പ്രാവശ്യം പോലും നമസ്കാരത്തെക്കുറിച്ച് ചോദിക്കാതെ 10 വയസ്സായാൽ ഇനി നമസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിയാണെന്ന് പറയാനുള്ള അർഹത രക്ഷിതാവിനില്ല. മറിച്ച് 7 വയസ്സിൻ്റെ ആ സമയം മുതൽ നമസ്കാരത്തെക്കുറിച്ച് നല്ല നിലക്ക് ഓർമ്മപ്പെടുത്താൻ സാധിക്കണം. ലുഖ്മാനുൽ ഹക്കീം തന്റെ കുഞ്ഞിന് നൽകിയ 10 ഉപദേശങ്ങൾ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവിടെ പറയുന്നുണ്ട്, യാ ബുനയ്യ അഖ്മിസ് സലാ, എൻ്റെ കുഞ്ഞുമകനെ നീ നമസ്കാരം മുറ പോലെ നിർവഹിക്കണമെന്ന്. ശൈഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിദുല്ലാഹ് ഒരു ചോദ്യത്തിന് മറുപടിയായി പറയുന്നുണ്ട്, അതെ, തീർച്ചയായും അവനെയും കൂട്ടി പള്ളിയിൽ പോകണം, മക്കളെ കൂട്ടി പള്ളിയിൽ പോകണം. അങ്ങനെ നമസ്കാരം ഇതര നന്മകളിലായി അവരെ ഘട്ടം ഘട്ടമായി വളർത്തണം. ഇതാണ് യഥാർത്ഥ ശിക്ഷണം നൽകൽ. ഒരിക്കലും ചീത്ത പറയലല്ല ശിക്ഷണം, മറിച്ച് അവരുടെ കൂടെ കാര്യങ്ങൾ ചെയ്ത് അവരെ നമ്മളുടെ കൂടെ ഒപ്പം നിർത്തി മുന്നോട്ട് പോകണം. സാലിഹുൽ ഫൗസാൻ റഹ്മത്തുള്ളാഹി പറയുന്നു, അവനെ വിരിപ്പിൽ ഉപേക്ഷിച്ചു പോകരുത്. സുബഹിക്ക് എഴുന്നേറ്റ് പള്ളിയിൽ പോകുന്ന രക്ഷിതാവ് അവനെ കൂട്ടിപ്പോണം. അത് മോശം ശിക്ഷണമാണ്. കാരുണ്യവും സൗമ്യതയും വിചാരിച്ച്
ഒരാളെ വഞ്ചിക്കുന്നതിന് തുല്യമാണ് വീട്ടിൽ പള്ളിയിലേക്ക് വരേണ്ട ആളുകൾ അവിടെ കിടത്തി ഉറക്കി പോകുന്നത് എന്നാണ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിളുള്ള പറയുന്നത്. കുടുംബ സന്ദർശനം നടത്തണം. ഇപ്പോൾ പല കുട്ടികൾക്കും എളാപ്പയാരാണ്, മൂത്താപ്പയാരാണ്, അമ്മായി ആരാണ് എന്നറിയാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് നീങ്ങുന്നത്. അവരെ കുറിച്ചൊന്നും വലിയ പരിചയമില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക്. അതുകൊണ്ട് വീടുകൾ സന്ദർശിച്ച് പരിചയപ്പെടുത്താൻ നമ്മൾ മറക്കരുത്. അവധിക്കാലത്ത് മക്കളെയും കൂട്ടി ബന്ധുക്കളെ സന്ദർശിക്കാനും പരിചയപ്പെടുത്താനും അവരുടെ കൂടെ നിന്ന് അവരുടെ കൂടെ സന്തോഷിക്കാനും സാധിക്കണം. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആർക്കെങ്കിലും പരലോകത്തിലും അല്ലാഹുവിലും വിശ്വാസമുണ്ടെങ്കിൽ ഫൽയസിൽ റഹ്മഹു, അവൻ അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ ബന്ധങ്ങൾ ചേർത്തുകൊള്ളട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സൽസ്വഭാവങ്ങൾ മക്കൾക്ക് പകർന്നു കൊടുക്കണം, മാതൃകയായി ജീവിക്കണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നരകം തടയപ്പെടുന്നവനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? എന്താണ് നരകം തടയപ്പെടുന്നവന്റെ ലക്ഷണം? അവൻ എങ്ങനെയായിരിക്കും? കുല്ലു ഖരീബിൻ ഹയ്യിനിൻ ലയ്യിനിൻ സഹലിൻ, പഴക്കമുള്ള, വിനയമുള്ള, ലാളിത്യമുള്ള, സുമനസ്കരായ എല്ലാവർക്കും നരകം തടയപ്പെടുന്നതാണ്. നമ്മളെ വഴങ്ങണം മക്കൾക്ക്, നമുക്ക് വഴങ്ങണം മക്കൾ. ആ രൂപത്തിലായിരിക്കണം. വിനയമുള്ളവരായിരിക്കണം, ലാളിത്യമുള്ളവരായിരിക്കണം, സുമനസ്കരായിരിക്കണം. കോപം വരുമ്പോൾ സ്വന്തത്തെ നിയന്ത്രിക്കുന്നവനാണ് ഏറ്റവും വലിയ ശക്തനെന്ന് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മക്കളെ വളർത്തുമ്പോൾ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, എത്രയെത്ര മാതാപിതാക്കളാണ് അവിടെ പ്രിയപ്പെട്ട മക്കൾ അവരുടെ കാര്യത്തിൽ തങ്ങളുടെ അലസത കാരണത്താലും മര്യാദ പഠിപ്പിക്കാതെയും അവരുടെ എല്ലാ ഇച്ഛകൾക്കും സഹായം നൽകിക്കൊണ്ടും ഈ ലോകത്തും പരലോകത്തും അവരെ ദൗർഭാഗ്യവാന്മാരാക്കി മാറ്റുന്നത്. അഥവാ കുട്ടികൾ പറഞ്ഞത് മുഴുവൻ കേൾക്കുക, അവർ പറഞ്ഞത് മുഴുവൻ ചെയ്തു കൊടുക്കുക. അങ്ങനെയല്ല. കുട്ടികൾ പറയുന്ന 100% കാര്യങ്ങളിൽ ഒരു 30% നമ്മൾ ചെയ്തു കൊടുക്കാതിരിക്കണം. അപ്പോഴേ ചില കാര്യങ്ങൾ ഈ ലോകത്ത് കിട്ടുന്നതല്ല എന്ന് കുട്ടികൾക്ക് മനസ്സിലാവുകയുള്ളൂ. അങ്ങനെയേ മനസ്സിലാവുകയുള്ളൂ. 100% കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ അവരാവശ്യപ്പെടുന്ന ഏതെങ്കിലും ഒരു ചെറിയ സാധനം കിട്ടിയിട്ടില്ലെങ്കിൽ അവരതിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കുകയില്ല. ആ രൂപത്തിൽ കുട്ടികളെ വളർത്താതെ എങ്ങനെയാണ് വളർത്തേണ്ടതെന്ന് ട്രെയിനിങ് നേടുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മക്കളെ എങ്ങനെ വളർത്തിയെന്ന് കൃത്യമായി ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം. അങ്ങനെ മക്കളെ ഹിദായത്തിന്റെ മാർഗത്തിലൂടെ കൊണ്ടുപോകുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു തആല നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു തആലയുടെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയും വസിയത്ത് ചെയ്യുകയും ചെയ്യുകയാണ്. നമ്മുടെ മതപഠന സംരംഭങ്ങളൊക്കെ, മദ്രസയാകട്ടെ, ഇങ്ങനെയുള്ള ഖുതുബയാകട്ടെ, ഇതൊക്കെ ഒരു രണ്ടാം കാര്യത്തിലേക്ക് പോവുകയും ദുനിയാവിൻ്റെ വിദ്യാഭ്യാസത്തെ വലിയ വിദ്യാഭ്യാസമായി കാണുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ട്. മതപരമായ കാര്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. മതം പഠിച്ചാൽ ശാശ്വതമായ ജീവിതത്തിലേക്കുള്ള വിജയത്തിലേക്കാണ് മകളെ എത്തിക്കുന്നത്. എന്നാൽ ഭൗതിക ലോകത്ത് എന്തു തന്നെ വിദ്യാഭ്യാസം നൽകി എത്ര തന്നെ ഉയർച്ചയുണ്ടായാലും ഖബറിൽ ചെന്ന് കിടക്കേണ്ട അവസ്ഥ വന്നാൽ അതോടുകൂടി ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും അവിടെ അവസാനിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. സലഫുകളിൽ ഒരാൾക്കൊരു കുട്ടി വളർന്നു വന്നാൽ അവൻ ഹദീസ് കേൾക്കുന്നതിലും ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിലും വ്യാപൃതനായിരിക്കുന്നു. അങ്ങനെ അവൻ്റെ ഹൃദയത്തിൽ ഈമാൻ സ്ഥിരപ്പെടുന്നു. ഈമാൻ മനസ്സിലുണ്ടാക്കി കൊടുക്കുക എന്നത് രക്ഷിതാക്കളുടെ കടമയാണ് എന്ന് മനസ്സിലാക്കണം. ധാരാളം മതപരമായ സംരംഭങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ടാവും. അതിലേക്കൊക്കെ ചേർക്കാനും അതിൻ്റെ മുന്നിൽ നിർത്താനും നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ കുട്ടികളുടെ കൂട്ടുകെട്ട് ശ്രദ്ധിക്കണം.
ആരുടെ കൂടെ യൗമ യഅദ്ദുൽ ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖദ്തു മഅർ റസൂലി സബീല. അക്രമം ചെയ്തവൻ തൻ്റെ കൈകൾ കടിക്കുന്ന ദിവസം അവൻ പറയും, റസൂലിൻ്റെ കൂടെ ഞാനൊരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. യാ വൈലത ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല. ഇന്നയാളെ ഞാൻ കൂട്ടുകാരനായി സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പറയും. അതുകൊണ്ട് തന്നെ ആരോടാണോ ഒരാൾ കൂട്ടുകൂടുന്നത് അവൻ്റെ അതേ സ്വഭാവമായിരിക്കും മറ്റേയാൾക്കും. അതുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ കൂട്ടുകാരുടെ സ്വഭാവങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി നല്ല കൂട്ടുകാരാണോ ചീത്ത കൂട്ടുകാരാണോ എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കണം. ഇൻഷാ അല്ലാഹ് 2025 മെയ് 11 പെരിന്തൽമണ്ണയിൽ വെച്ച്